MP പ്രിയങ്ക ഗാന്ധിയെ തെറി വിളിച്ചുകൊണ്ട് ഇസ്രായേൽ അംബാസിഡർ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ഒരു വിദേശ രാജ്യത്തിന്റെ അംബാസിഡർക്ക് നമ്മുടെ ഒരു ജനപ്രതിനിധിയെ ഇതുപോലത്തെ വെല്ലുവിളിക്കാൻ സാധിക്കുമെങ്കിൽ മോദിയുടെ കീഴിൽ ഇന്ത്യയിലെ ഒരു സാധാരണ പൗരന് എന്ത് സുരക്ഷിതത്വമാണുള്ളതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ 56 ഇഞ്ചുകാരൻ നൽകുന്ന അമിത സ്വാതന്ത്ര്യവും പിന്തുണയും ഇസ്രായേലിന് നൽകുന്നത് ഇന്ത്യൻ ജനപ്രതിനിധികളെ വരെ തെറി വിളിക്കാനും വെല്ലുവിളിക്കാനും അവഹേളിക്കാനും ഇസ്രായേലിന് ധൈര്യം നൽകുകയാണ് ഇന്ത്യൻ മണ്ണിൽ വെച്ച്. ഇത് അനുവദിക്കാനാവുന്നതല്ല. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ തന്നെയാണ് നടത്തുന്നത്. അത് എവിടെയും പറയും. അത് സമ്മതിക്കാൻ ഇനി ലോകത്താകെ ബാക്കിയുള്ളത് ആരാണ്? നെതന്യാഹു, ട്രംപ്, മോദി, പിന്നെ കേരളത്തിലെ ചില അലവലാതി ഫ്രീ തിങ്കേഴ്സ് മാത്രമേ ഉള്ളൂ ഇത് സമ്മതിക്കാത്ത. നെതന്യാഹു ഇസ്രായേലിൽ വംശഹത്യ നടത്തുന്നു എന്ന് സമ്മതിച്ചാൽ പോലും, അദ്ദേഹം സമ്മതിച്ചാൽ പോലും കേരളത്തിലെ ചില എക്സ് മുസ്ലിങ്ങൾ അത് സമ്മതിക്കാൻ പോകുന്നില്ല. ആ അലവലാതി എക്സ് മുസ്ലിങ്ങളുടെ നിലവാരത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ അംബാസിഡർ പോലും പ്രതികരിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഇസ്രായേൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ കൊന്നൊടുക്കിയ 60,000 പേരിൽ 18,430 പേർ കുട്ടികളാണ്. കുഞ്ഞുങ്ങളടക്കം 100 കണക്കിന് ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു. ഇനിയും 10,000 ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യാതൊരു നടപടിയും എടുക്കാതെ ഈ കുറ്റകൃത്യങ്ങൾ തുടരാൻ നിശബ്ദം അനുവദിക്കുന്നത് തന്നെ ഒരു വലിയ കുറ്റകൃത്യമാണ്. പലസ്തീനിലെ ജനതയ്ക്ക് മേലെ ഇസ്രായേൽ അഴിച്ചുവിടുന്ന കൊടും ക്രൂരതയ്ക്ക് മുന്നിൽ നമ്മൾ മൗനം പാലിക്കുന്ന ഇന്ത്യൻ സർക്കാരിന്റെ നടപടി തികച്ചും ലജ്ജാവഹമാണ് എന്നൊരു ട്വീറ്റ് ചെയ്തതാണ് ഈ ഇസ്രായേലി അംബാസിഡറെ പ്രകോപിപ്പിച്ചത്. ഇന്നലെ പ്രിയങ്ക മറ്റൊരു ട്വീറ്റില് അൽ ജസീറയിലെ 5 മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ കൊന്നതിനെയും അപലപിച്ചിരുന്നു. ഇതിലാണ് അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചത്. ഇസ്രായേലി അംബാസിഡർ യുവൻ അസർ പ്രിയങ്കയുടെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്തുകൊണ്ട് അതിനു മുന്നിൽ പച്ച തോന്നിയാസമാണ് സത്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ലജ്ജാകരമായിട്ടുള്ളത് നിങ്ങളുടെ വഞ്ചനയാണ്. ഇസ്രായേൽ കൊന്നൊടുക്കിയത് 25,000 ഹമാസ് തീവ്രവാദികളെയാണ്. സാധാരണക്കാരെ മറയാക്കി ഒളിച്ചിരിക്കുക, ഒഴിഞ്ഞു പോകാനോ സഹായം സ്വീകരിക്കാനോ ആഗ്രഹിക്കുന്നവരെ വെടിവെച്ചിടുക, റോക്കറ്റ് ആക്രമണം നടത്തുക തുടങ്ങി ഹമാസ് നടത്തുന്ന ഹീനമായ പ്രവൃത്തികളുടെ ഭാഗമായാണ് ഇത്രയും മനുഷ്യരുടെ ജീവൻ പോകുന്നത്. 2 ദശലക്ഷം ടൺ ഭക്ഷണമാണ് ഗസയിൽ ഇസ്രായേൽ വിതരണം ചെയ്തത്. ഹമാസ് ആണ് അത് വഴിതിരിച്ചു വിടുകയും അങ്ങനെ അവിടെ വിശപ്പ് കൃത്രിമമായി ഉണ്ടാക്കുകയാണ്. ഗസയിലെ ജനസംഖ്യ കഴിഞ്ഞ 50 വർഷത്തിനിടെ 450% വർദ്ധിച്ചിട്ടുണ്ട്. അവിടെ യാതൊരു വംശഹത്യയും നടക്കുന്നില്ല. ഹമാസ് പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങരുതെന്നാണ് ഈ വൃത്തികെട്ടവൻ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിലിരുന്ന് ഗസയിലെ പാവപ്പെട്ട മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കുന്നെന്ന് നമ്മൾ ഇന്ത്യക്കാർ പറഞ്ഞാൽ ഇസ്രായേൽ അംബാസിഡർ ഇന്ത്യൻ മണ്ണിൽ നിന്ന് നമ്മളെ തെറി വിളിക്കും, നുണ പറയും. ഗസയിൽ പട്ടിണിയില്ലത്രേ, ഗസയിൽ വംശഹത്യ നടത്തുന്നില്ലത്രേ. സമീപകാലത്തൊന്നും ഭക്ഷണം തടയൽ ഒരു സമരമാർഗമായി ആയുധമായി വേറെ എങ്ങും ലോകത്ത് ഉപയോഗിച്ചിട്ടില്ല. അതും മനുഷ്യനിർമ്മിത പട്ടിണിയാണ് ഇവിടെ. എന്നിട്ട് ഉളുപ്പില്ലാതെ പറയാണ് അവിടെ വംശഹത്യയില്ല, വംശഹത്യ ഉണ്ടെന്ന് പറഞ്ഞ പ്രിയങ്കയാണ് പ്രതിയെന്ന്. ഹമാസിനെയാണ് അത്രേ കൊല്ലുന്നത്. ആ കുഞ്ഞുങ്ങൾ, ആ മരിച്ചുപോയ നിരപരാധിയായ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ ഹമാസ് ആയിരുന്നോ? ഈ ഇസ്രായേലി അംബാസിഡർക്ക് അറിയില്ലേ ഇന്ത്യ ഔദ്യോഗികമായി പലസ്തീൻ രാഷ്ട്രത്തിനൊപ്പമാണെന്ന്? ഇയാൾക്ക് അറിയില്ലേ? 56 ഇഞ്ചുകാരൻ പലതും പറയും. അയാൾ അമേരിക്കയ്ക്കൊപ്പമായിരിക്കും, ഇസ്രായേലിനൊപ്പമായിരിക്കും. അതല്ല പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട്. സയണിസത്തോട് കടുത്ത എതിർപ്പുണ്ടായിരുന്നെങ്കിലും നെഹ്റുവിന്റെ ഇന്ത്യ, അതെ നെഹ്റുവിന്റെ ഇന്ത്യ 1950 ഇസ്രായേലിനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചു. പാശ്ചാത്യ കൊളോണിയലിസത്തിനെതിരെ പൊരുതിയ ഇന്ത്യയോട് ഐക്യദാർഢ്യം കാട്ടിയ മുസ്ലിം അറബ് രാഷ്ട്രങ്ങളുടെ നിശബ്ദ എതിർപ്പ് വകവയ്ക്കാതെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് നെഹ്റു അന്ന് ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറായത്. എന്നാൽ നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ പ്രേമത്തിന് നെഹ്റുവിന്റെ നിലപാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അറബ് ആംഗിൾ ഉണ്ട്. അതാരും കാണാതെ പോകരുത്. നെഹ്റു അറബ് താല്പര്യങ്ങളെ അവഗണിച്ച് ഇസ്രായേലിനെ അംഗീകരിച്ചെങ്കിലും നരേന്ദ്രമോദി എന്താണ് ചെയ്തത്? അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലുമായി സന്ധി ചെയ്യുന്ന അബ്രഹാം അക്കൂഡ് വരെ ക്ഷമിച്ചു നിന്നാണ് ബിസിനസ് നടത്തുന്നത്. ഇസ്രായേലുമായി പ്രത്യയശാസ്ത്ര, സൈനിക, നയതന്ത്ര ബന്ധമാണ് മോദി ഉണ്ടാക്കിയത്. മോദിയുടേത് ചാണക്യന്റെ അടവ് നയമായിരുന്നുവെങ്കിൽ നെഹ്റുവിന്റേത് ഇന്ത്യ എന്ന ആധുനിക രാഷ്ട്ര സങ്കല്പത്തെ ആവാഹിച്ചെടുത്ത അശോക ചക്രവർത്തിയുടെ നീതിബോധമാണ് നെഹ്റുവിനെ നയിച്ചത്. നെഹ്റു പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ സമ്മതിക്കുന്നു, യഹൂദരോട് എനിക്ക് വളരെയധികം സഹതാപമുണ്ട്, പക്ഷേ അതേസമയം എനിക്ക് അറബികളോടും അതിലേറെ സഹതാപം തോന്നുന്നു. യഹൂദർ പലസ്തീനിൽ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിയിട്ടുണ്ട്, ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ ഒരു ചോദ്യം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്രദ്ധേയമായ നേട്ടങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറബികളുടെ മനസ്സ് നേടാൻ കഴിയാത്ത എന്നാണ് ചോദിച്ചത്. എന്തിനാണ് അവർ അറബികളെ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ചില ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ വേണ്ടി എന്തിനാണ് ഇവരെ നിർബന്ധിക്കാൻ, നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നതെന്നാണ് നെഹ്റു ചോദിച്ചത്.
ഇതാണ് ഇന്ത്യയുടെ നിലപാട്. അതാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. അല്ലാതെ നരേന്ദ്രമോദി പറയുന്ന പോലെ നെതന്യാഹുവിനെ താങ്ങി നടക്കലല്ല ഇന്ത്യയുടെ നിലപാട്. ട്രംപിന്റെ വാലും പിടിച്ച് നെതന്യാഹുവിനും ഇസ്രായേലിനും പിന്നാലെ നടക്കലല്ല ഇന്ത്യയുടെ നിലപാട്. ഇക്കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ എക്സിലെ പോസ്റ്റ് ഇന്ത്യയുടെ നിലപാടായ പലസ്തീൻ സ്വയം നിർണയാവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം എടുത്ത നിലപാടുമായി യോജിക്കുന്നതാണ്. ഇത് ശീതകാല യുദ്ധകാലത്ത് ഇന്ത്യയുടെ ചേരി ചേരാ നയം, ആ വാക്കുപോലും മോദി മറന്നുപോയി, ചേരി ചേരാ നയത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. 1947 ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ വിഭജന പദ്ധതിയെ നെഹ്റു എതിർത്തു. ഇത് പാശ്ചാത്യ സാമ്രാജ്യത്വത്തിനെതിരെ അറബ് രാഷ്ട്രങ്ങളോടുള്ള ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രതിഫലിപ്പിക്കുന്ന ഒരു നിലപാടായിരുന്നു. 1974 ഇന്ത്യ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ PLOയെ അംഗീകരിച്ചതോടെയാണ് ഈ നയം ഇന്ത്യയുടെ ഔദ്യോഗിക നയമായി മാറുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ നയമാണിത്. 1992 PLO ഇസ്രായേൽ ഓസ്ലോ കരാറിന് ശേഷം മാത്രമാണ് ഇന്ത്യ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. പലസ്തീനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേലുമായി സാമ്പത്തിക ബന്ധം നിലനിർത്തിയത്. പക്ഷെ നരേന്ദ്രമോദി വന്നതോടെ നിലപാടിൽ മാറ്റം തുടങ്ങി. 2014 ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇസ്രായേൽ സന്ദർശിച്ച മോദി $662 മില്യൺ ഇസ്രായേൽ ആയുധ ഇടപാടുകൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ കരാറുകളിലൂടെ പരസ്യമായിട്ടാണ് ഇസ്രായേലിനെ പിന്തുണച്ചത്, ഒരു നാണവുമില്ലാതെ. മോദിയുടെ ഹിന്ദുത്വ അതിതീവ്ര ദേശീയവാദ ആശയം നെഹ്റുവിന്റെ മതേതര ചേരിചേരാനായ ചട്ടക്കൂടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു, വിഭിന്നമായിരുന്നു, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നതായിരുന്നു. എന്നാൽ ഇന്ത്യ എന്ന രാജ്യം ഇപ്പോഴും പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രവാദത്തിനൊപ്പമാണ്. 56 ഇഞ്ചുകാരൻ മാത്രമാണ് മറുകണ്ഠം ചാടിയത്. ഇന്ത്യ മറുകണ്ഠം ചാടിയിട്ടില്ല. ഇന്ത്യ എന്നാൽ നരേന്ദ്രമോദിയല്ല. അതിനാൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഇന്ത്യയുടെ നിലപാടാണ്. അത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട്. അത് പറഞ്ഞതിന് പ്രിയങ്കയെ, ഇന്ത്യയുടെ ഒരു ജനപ്രതിനിധിയെ തെറി വിളിക്കാൻ, അവഹേളിക്കാൻ ഇസ്രായേലുകാരന് കഴിയുന്നുണ്ടോ എങ്കിൽ അത് വളരെ അപമാനകരമാണ്, ലജ്ജാകരമാണ്. ഗസയിൽ നടക്കുന്നത് വംശഹത്യ തന്നെയാണ്. മറ്റൊരു വാക്കും ഉപയോഗിച്ച് ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ ചെയ്യുന്ന കാര്യങ്ങളെ വിശദീകരിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഇസ്രായേലി ഹ്യൂമൻ റൈറ്റ് ഗ്രൂപ്പുകൾ വരെ അത് സമ്മതിക്കുന്നുണ്ട്. ഹമാസ് അല്ല, ഇവരൊന്നും ഹമാസ് അല്ല, ഇസ്രായേലി ഹ്യൂമൻ റൈറ്റ് ഗ്രൂപ്പുകാരാണ്. അമേരിക്കക്കാരെ പേടിപ്പിക്കുന്നത് പോലെ ഇസ്രായേലുകാർ ഇന്ത്യൻ ജനപ്രതിനിധികളെ പേടിപ്പിക്കാൻ വരുന്നത് അപമാനകരമാണ്. ഞങ്ങൾ നിങ്ങളുടെ ഇസ്രായേലിന്റെ അടിമയല്ല. ഇന്ത്യ ഇസ്രായേലിന്റെ കോളനിയല്ല. ഈ അംബാസിഡറെ തിരിച്ചുവിടാൻ, തിരിച്ചു വിളിപ്പിക്കാൻ ഇന്ത്യ തയ്യാറാകണം. യുദ്ധത്തിന്റെ 677 ദിവസമാകുമ്പോൾ ഇന്നലെ മാത്രം ഗസയിൽ കൊല്ലപ്പെട്ടത് 89 പേരാണ്. ഭക്ഷണത്തിന് പോയി ശവശരീരങ്ങളായി തീർന്നവർ 2000 പേരുണ്ട് അവിടെ. പട്ടിണി കാരണം മരിച്ച കുഞ്ഞുങ്ങൾ 103 ഉണ്ട്. ഇതുവരെ കൊല്ലപ്പെട്ടവർ, അതും ഇസ്രായേൽ അംഗീകരിച്ച കണക്ക് പ്രകാരം, ഇസ്രായേലിന്റെ കണക്കാണ് നമ്മൾ എടുക്കുന്നത്, 62,000 പേരുണ്ട്. പക്ഷെ യഥാർത്ഥ മരണസംഖ്യ 1,00,000 കവിഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളും മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ പറയുന്നത്. ഗാൻ യൂനിസും റഫിയും ജബാലിയ അഭയാർത്ഥി ക്യാമ്പുമൊക്കെ എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? നാസി ജർമ്മനിയിൽ ജൂതർ കൊല്ലപ്പെട്ട ഊഷിറ്റ്സ്, ബുഹൻവാൾഡ്, കൈസർ വാൾഡർ ക്യാമ്പുകളെ പോലെയാണ്. ഹിറ്റ്ലർ ജൂതരെ തെരഞ്ഞു പിടിച്ചു കൊന്നു. നെതന്യാഹു പലസ്തീനികളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നത് വംശഹത്യയാണ്. ജർമ്മനിയിലെ പോലെ ഗസയിലും നടക്കുന്നത് വംശഹത്യയാണോ എന്ന സംശയം നെതന്യാഹുവിനും ട്രംപിനും നമ്മുടെ 56 ഇഞ്ചുകാരനും ചില എക്സ് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഗസയിൽ നടക്കുന്നത് ജനസൈഡ് അഥവാ വംശഹത്യ തന്നെയാണ് എന്ന് എന്തുകൊണ്ടാണ് വീണ്ടും ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നത്? ജർമ്മനിയിലും ഗസയിലും ഒക്കെ നടന്നത് വംശഹത്യയാണെന്ന് 7ഓളം ഹോളോകോസ്റ്റ് സ്കോളേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ചിലർക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇക്കാര്യത്തിൽ പൂർണ്ണമായും പ്രിയങ്കയ്ക്കൊപ്പം ഗസയ്ക്കൊപ്പം